Dharavi Creations. ഹലോ മച്ചന്മാരെ, എല്ലാവർക്കും ധാരാവി ക്രിയേഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതമുണ്ട്. അപ്പോൾ നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ്. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തമ്പനയിൽ കാണപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും, നമ്മുടെ കൊമ്പൻ അധോലോകം വാങ്ങുന്നതിനും മുമ്പ് തൊട്ട് ഇപ്പോൾ 2025 ഇതുവരെയുള്ള കാര്യങ്ങൾ നമ്മളൊന്ന് ഓടിച്ച് പറയാൻ പോവുകയാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് വേണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും കൊണ്ട് അടിച്ചേക്കുക വീഡിയോയ്ക്ക്. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് കിടക്കാം. ഇപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഞാൻ വീണ്ടും പറയാൻ പോകുന്നത്. അപ്പോൾ എന്തെങ്കിലും ഇവിടെ നിന്ന് തെറ്റുള്ള കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ശ്രമിച്ചേക്കുക. അത് തെറ്റെന്താണെന്ന് കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കണം ചെയ്തേക്കാം കേട്ടോ. അങ്ങനെ 2018 നമ്മുടെ ദീപിച്ചേട്ടൻ ആനയെ വാങ്ങാൻ വെച്ച കാശ് വെച്ച് നമ്മുടെ അധോലോകം സ്വന്തമാക്കുന്നത്. അപ്പോൾ അതിനു മുമ്പ് നമ്മുടെ അധോലോകം എവിടെയായിരുന്നൊക്കെ നമുക്കൊന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മുടെ അധോലോകം ഉണ്ടായിരുന്നത് സ്വന്തം ഹോൾഡേഴ്സിനാണ്. അത് 2014 മോഡൽ BMR ആയിരുന്നു. ആ BMRൽ നിന്നും നമ്മുടെ സോജിയ ഹോൾഡേഴ്സ് അത് വാങ്ങുകയാണ് ഉണ്ടായത്. അത് കഴിഞ്ഞ് ഒത്തിരി നാൾ ഓടിക്കഴിഞ്ഞാണ് 2018 നമ്മുടെ കൊമ്പൻ കുടുംബത്തിലേക്ക് ഈ BMR എത്തുന്നത്. അവിടെ എത്തിക്കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ദീപിച്ചേട്ടൻ നേരെ നമ്മുടെ അധോലോകത്തിനെ കൊണ്ടുപോയി ഫോക്സ് ബോഡി ബിൽഡേഴ്സിൽ കൊണ്ടുപോയി നല്ലോണം ഒന്ന് മിനിക്കോണിയൊക്കെ ചെയ്ത് ഗ്രാൻഡ് BMR ബോക്സിലേക്ക് ആക്കുകയും സെലക്ട്രിക് ഓഡിയോസിൻ്റെ വർക്കും FLR കൊല്ലത്തിൻ്റെ വർക്കും കൂടെ കയറ്റി നല്ല സെറ്റ് ഒരു വണ്ടിയാക്കി ഇറക്കുകയാണ് ഉണ്ടായത്. അപ്പം നമ്മുടെ വണ്ടി എന്ന് പറയുന്നത് നല്ലൊരു എന്താ പറയുക ഗ്രാഫോ കാര്യങ്ങളോ അല്ലായിരുന്നു. ഒരു ക്യാരക്ടർ ടൈപ്പ് 2 ഇമേജ് കാര്യങ്ങളൊക്കെ വെച്ച് നമ്മുടെ അധോലോകം റോഡുകളിൽ ഓടി. അത് കഴിഞ്ഞ് നമ്മുടെ പിക്സൽ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നു. അത് കഴിഞ്ഞ് കുറേ MVDയുടെ വിഷയങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് അതൊക്കെ ഒരു മൂവി ഉണ്ടാക്കായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതിനിടയിൽ നമ്മുടെ 4 ഹെഡ് ടോപ്പ് ലൈറ്റ് ആയിരുന്ന അധോലോകത്തിൻ്റെ ടോപ്പ് ലൈറ്റ് 10 ഹെഡിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. അത് സ്ക്വയർ ടൈപ്പ് ഒരു വെറൈറ്റി ടോപ്പ് ലൈറ്റ് തന്നെയായിരുന്നു ആ സാധനം. അത് ഇപ്പോഴും നമ്മുടെ കൊമ്പൻ അധോലോകത്തിൽ അത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ മച്ചന്മാരെ, അപ്പം അത് കഴിഞ്ഞിട്ട് നമ്മൾ ക്രിസ്റ്റ ബമ്പറിലേക്ക് വണ്ടിയുടെ ഫ്രണ്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. സാധാ BMRൻ്റെ ഫ്രണ്ടായിരുന്നു, അത് ക്രിസ്റ്റ ബമ്പറിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ വണ്ടിക്ക് കുറച്ചും കൂടി ലുക്കും കാര്യങ്ങളൊക്കെ കൂടി. പിന്നെ 2019 ശേഷം നമ്മൾ ന്യൂ ഗ്രാഫ്, അതെന്ന് പറയുന്ന ഒരു മാരഗ്രാഫ് ഇപ്പോഴും കൊമ്പനിൽ എന്താ പറയുക ആ ഒരു അധോലോകത്തിൻ്റെ ഐഡൻറ്റിറ്റി ആയിരിക്കുന്ന ആ റെഡ് വൈറ്റ് ഗ്രേ തുടങ്ങിയ ഒരു സ്കെൽട്ടൺ ഫേസൊക്കെ സ്കള്ള് കാര്യങ്ങളൊക്കെ വരുന്ന ഒരു എന്താ പറയുക ഒരു മാരക ഗ്രാഫ് ആ സംഭവം ഇപ്പോഴും കൊമ്പൻ്റെ അധോലോകത്തിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പം കുറേ പേരെ കൊമ്പനിലേക്ക് കൂടുതലും ആകർഷിക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഈ ഗ്രാഫിന് ഒരുപാട് പങ്കുണ്ട്. അപ്പോൾ ആ ഒരു ഗ്രാഫ് 2019 കൊമ്പൻ ടീം അധോലോകത്തിലേക്ക് അപ്ലൈ ചെയ്യുന്നത്. അത് കഴിഞ്ഞ് മച്ചന്മാരെ നമ്മുടെ ഇപ്പം ബാക്ക് കൗള് ഗ്രാൻഡ് BMR ആണ്. അത് മാറ്റി BB മാക്സിമയുടെ ബാക്ക് കൗളിലേക്ക് തന്നെ അന്ന് മെയിൻറ്റെയിൻ ചെയ്തിരുന്നു. അപ്പം ഇപ്പോഴും അത് തന്നെയാണ് കൊമ്പൻ കൊണ്ട് നടക്കുന്നത്. പുതിയ ഗ്രാഫ് അടിച്ചതിന് ശേഷം സെലക്ട്രിക് ഓഡിയോസിൻ്റെ ലക്ഷ്യയുടെ വർക്കോട് കൂടി പിക്സൽ LED ഫ്ലോറ് കാര്യങ്ങൾ പുതിയ ലൈറ്റുകൾ കാര്യങ്ങളെല്ലാം നമ്മുടെ കൊമ്പനിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് പേർക്കൊരു സംശയമുണ്ട്, പിക്സൽ ഫ്ലോർ താജ്മഹൽ അല്ലേ കൊണ്ടുവന്നതെന്ന്. മച്ചന്മാരെ, അത് പിക്സൽ ഫ്ലോർ കൊണ്ടുവന്നത് താജ്മഹൽ തന്നെ, പക്ഷേ പിക്സൽ LED ഫ്ലോർ എന്ന് പറയുന്ന ആശയം പുതുതായിട്ട് അവതരിപ്പിച്ചിരിക്കുന്നത് കൊമ്പനാണ്. അതിനുശേഷം മച്ചന്മാരെ കൊറോണ വരുന്നു. കൊറോണ വന്ന് നമ്മുടെ ധാരാവി കാര്യങ്ങളൊക്കെ ക്ലോസ് ആക്കേണ്ടി വന്നു. എല്ലാ വണ്ടി സ്ഥാപനങ്ങൾക്കും ട്രിപ്പ് കാര്യങ്ങളെല്ലാം ഇല്ലാത്ത സമയത്ത് തന്നെ കൊമ്പനും അതുപോലെ തന്നെ ആയിരുന്നു. അതിനുശേഷം മച്ചന്മാരെ നമ്മൾ ട്രിപ്പ് കാര്യങ്ങളൊക്കെ മറ്റു വണ്ടികൾ ഓടിയെങ്കിലും അധോലോകം കാളിയം തുടങ്ങിയ വണ്ടികളൊന്നും ട്രിപ്പ് ഓടുന്നില്ലായിരുന്നു. വണ്ടി ജീപ്പോമിലും കാര്യങ്ങളൊക്കെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് കടന്നു. അതിനുശേഷമാണ് നമ്മുടെ ടൂറിസ്റ്റ് ഫീൽഡിലേക്ക് കളർ കോഡ് എന്ന സംഭവം വരുന്നത്. കളർ കോഡും കാര്യങ്ങളൊക്കെ വന്ന് എല്ലാ വണ്ടികളും വെള്ളമടിച്ച് അങ്ങനെ കിടന്ന സമയത്താണ് നമ്മുടെ ദീപിച്ചേട്ടൻ എന്താ പറയുക കളർ കോഡ് അടിക്കില്ല എന്ന ഒരു ഡിസിഷനോടുകൂടി തന്നെ വണ്ടികൾ കാര്യങ്ങൾ പുറത്തിറക്കാതിട്ടിരുന്നു. അതിനുശേഷം നമ്മുടെ ഓരോ വണ്ടികളായിട്ട് കർണാടക രജിസ്ട്രേഷനിലേക്ക് ആയെങ്കിലും നമ്മുടെ അധോലോകം ഫൈനലി കർണാടക രജിസ്ട്രേഷനിലേക്ക് കൊണ്ടുവരികയാണ് ഉണ്ടായത്. അതിനുശേഷം സെലക്ട്രിക് ഓഡിയോസിൻ്റെ ഒരു മാരക വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാരക വർക്ക് നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാവുന്നൊരിതാണ്. കാരണം വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നതാണ്. പിന്നെ അധികം അകത്തുള്ള കാര്യങ്ങളൊന്നും നമുക്ക് എന്താ പറയുക വീഡിയോസിലൂടെ പുറത്ത് വിട്ടിട്ടില്ല എങ്കിലും അത്യാവശ്യം കാര്യങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാവുന്നതാണ്. അപ്പം അത്ര നല്ലൊരു വർക്കോട് കൂടി വണ്ടി ഇറങ്ങി ഇപ്പം കർണാടക രജിസ്ട്രേഷനിൽ വണ്ടി എന്താ പറയുക ഒരു കർണാടകയിൽ തന്നെ കിടന്ന് ആറാടുകയാണ് എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. മാരക ലുക്കിലാണ് വണ്ടി ഇപ്പോൾ ഉള്ളത്. പഴയ പോലെ തന്നെ മൊത്തം പിക്സൽ കാര്യങ്ങളൊക്കെ കയറ്റി നമ്മുടെ ഫ്രണ്ട് മിററിൽ വരെ ലൈറ്റ് കയറ്റി ലൈറ്റ് കയറ്റാവുന്ന സ്ഥലങ്ങളിലെല്ലാം ലൈറ്റ് കയറ്റി നമ്മുടെ കൊമ്പൻ്റെ അധോലോകം ഇപ്പം നല്ല പവറായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതുപോലെ തന്നെ ഇനി അധോലോകം നമ്മുടെ കൂടെ എന്നും ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ നടത്തുന്നു. അപ്പം എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.